ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 169 ദിവസം. യഹോയാദായുടെ വിശ്വസ്തത. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 23-ാം അധ്യായം, ഉത്തമഗീതം 8-ാം അധ്യായം എന്നിവ വായിക്കുന്നു. കർത്താവിൻ്റെ പ്രവാചകനായ മിക്കായുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ആരാം രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട ആഹാബിൻ്റെ മരണവും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ച് യൂദ ഭരിച്ച യഹോഷാഫാത്തിൻ്റെ ജീവിതവും ഇന്ന് നാം ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ സത്യം മാത്രമേ പറയൂ എന്ന വാശിയുള്ള മിക്കായ പ്രവാചകൻ്റെ നിലപാടും യഹോയാദ എന്ന പ്രധാന പുരോഹിതനെ പോലെ ദൈവീകമായി ചിന്തിക്കുന്ന നേതാക്കന്മാർ ഉണ്ടായാൽ അത് ദേശത്തിനും സഭയ്ക്കും വലിയ രക്ഷയായി മാറും എന്ന സന്ദേശവും ഇന്നത്തെ വായനയിലൂടെ ലഭ്യമാകുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു. ആരാമിനും ഇസ്രായേലിനുമിടയിൽ യുദ്ധമില്ലാതെ അവർ 3 വർഷം വസിച്ചു. 3-ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദ് നമുക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിന് വൈകുന്നു? അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിനായി എന്നോടൊപ്പം പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തന്നെയും നിന്നെപ്പോലെയാണ്. എൻ്റെ ജനം നിൻ്റെ ജനത്തെ പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകളെ പോലും അത്രേ. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് തുടർന്നു, ആദ്യം കർത്താവിൻ്റെ വചനം ആരാഞ്ഞാലും. അപ്പോൾ ഇസ്രായേൽ രാജാവ് 400ഓളം പേർ വരുന്ന പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവൻ അവരോട് ആരാഞ്ഞു, ഞാൻ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമോ? അവർ പ്രത്യുത്തരിച്ചു, കയറിപ്പോകുക. നാഥാൻ അതിനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു, ഇവിടെ കർത്താവിൻ്റെ വേറൊരു പ്രവാചകനില്ലേ? അവനിൽ നിന്നുകൂടി നമുക്കാരായാം. ഇസ്രായേൽ രാജാവ് പ്രത്യുത്തരിച്ചു, ഒരാളിൽ നിന്നുകൂടി കർത്താവിനോട് ആരായാൻ ഇനിയുമുണ്ട്. ഇംലായുടെ പുത്രൻ മിക്കായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു, കാരണം അവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുത്. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ച് ആജ്ഞാപിച്ചു, ഇംലായുടെ മകൻ മിക്കായയെ വേഗം എത്തിക്കുക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സമറിയായുടെ പ്രവേശന കവാടത്തിൽ ഒരു മെതിക്കളത്തിൽ ഉപവിഷ്ടരായിരുന്നു. ഓരോരുത്തനും തൻ്റെ സിംഹാസനത്തിൽ, പ്രവാചകന്മാരെല്ലാം അവരുടെ മുമ്പിൽ പ്രവചിച്ചു കൊണ്ടുമിരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ തനിക്കായി ഇരുമ്പിൻ്റെ കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ആരാംകാർ ഇല്ലാതാകുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും ഇപ്രകാരം പ്രവചിച്ചു. റാമോത്ത് ഗിലെയാദിൽ കയറിച്ചെന്ന് വിജയം വരിക്കുക. കർത്താവ് രാജാവിൻ്റെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു തരും. മികായെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഇതാ പ്രവാചക വചസ്സുകൾ ഒരുപോലെ രാജാവിന് ഗുണകരമാണ്. നിന്റെ വാക്കും അവരിൽ നിന്നുള്ള ഒരുവൻ്റെ വാക്കുപോലെയായിരിക്കട്ടെ. നീയും ഗുണകരമായി സംസാരിക്കുക. എന്നാൽ മികായ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണ്, കർത്താവ് അവനെക്കുറിച്ച് എന്നോട് പറയുന്നത് ഞാൻ പറയും. അവൻ രാജാവിൻ്റെ അടുത്തെത്തി
അപ്പോൾ രാജാവ് അവനോട് ചോദിച്ചു, മിക്കായ, നമ്മൾ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ അതോ ഒഴിഞ്ഞു നിൽക്കണമോ? അവൻ അയാളോട് പറഞ്ഞു, പോയി വിജയം വരിക്കൂ. കർത്താവ് അതിനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നേക്കും. രാജാവ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ നീ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ആണയിടിയിക്കണം? അവൻ പറഞ്ഞു, ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ മലകളിൽ ചിതറിയിരിക്കുന്ന സകല ഇസ്രായേൽ ജനത്തെയും ഞാൻ കണ്ടു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഇവർക്ക് നാഥന്മാരില്ല. ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തിൽ തിരിച്ചു പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മിക്കായ പറഞ്ഞു, അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യം മുഴുവൻ വലത്തുനിന്നും ഇടത്തുനിന്നും അവിടുത്തോട് ചേർന്ന് നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലിയാദിൽ കയറിച്ചെന്ന് നിബന്ധിക്കാൻ ആരവനെ വശീകരിക്കും? അപ്പോൾ സംസാരിച്ച ഒരുവൻ ഇങ്ങനെയും മറ്റൊരുവൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു അരൂപി പുറപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രത്യുത്തരിച്ചു, ഞാൻ പുറപ്പെട്ട് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരത്തിൽ നുണയുടെ അരൂപിയായി ഭവിക്കും. അവിടുന്ന് പറഞ്ഞു, നീ അവനെ വശീകരിക്കും, നീ വിജയിക്കുകയും ചെയ്യും. നീ പുറപ്പെട്ട് അങ്ങനെ ചെയ്യുക. ആകയാൽ ഇതാ, നിൻ്റെ ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരത്തിൽ കർത്താവ് നുണയുടെ അരൂപി നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നിനക്കെതിരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിക്കായയുടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ അരൂപി നിന്നോട് സംസാരിക്കാനായി എങ്ങനെയാണ് എന്നിൽ നിന്ന് അകന്നുപോയത്? മിക്കായ പറഞ്ഞു, ഉള്ളറയിൽ ഒളിക്കാനായി നീ പ്രവേശിക്കുന്ന ആ ദിവസം നീ അത് കാണും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മികായെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുചെന്നാക്കുക. നീ പറയണം, രാജാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തിൽ വരുന്നതുവരെ ഇവനെ കാരാഗൃഹത്തിലിടുകയും ഞെരുക്കത്തിൻ്റെ ജലവും ഞെരുക്കത്തിൻ്റെ അപ്പവും കഴിപ്പിക്കുകയും വേണം. മികായ പറഞ്ഞു, നീ സമാധാനത്തിൽ ഉറപ്പായും തിരിച്ചു വരികയാണെങ്കിൽ കർത്താവ് എന്നിലൂടെ സംസാരിച്ചിട്ടില്ല. ഇവരുടെ ജനമെല്ലാമേ, നിങ്ങളിത് കേട്ടുകൊള്ളുവിൻ. അവൻ പറഞ്ഞു. ആഹാബിൻ്റെ മരണം. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലിയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, യുദ്ധത്തിൽ വേഷപ്രച്ഛന്നനായി പോകാം, നീ നിൻ്റെ വസ്ത്രം ധരിക്കുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് പോയി. ആരാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു, വലിയവനോടോ ചെറിയവനോടോ അല്ല, പ്രത്യുത ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ പടവെട്ടാൻ തിരിഞ്ഞു. യഹോഷാഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ മനസ്സിലാക്കിയപ്പോൾ അവർ അവൻ്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു. യാദൃച്ഛിക ഒരാൾ അമ്പെയ്തപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടകളുടെയും കവചത്തിൻ്റെയും ഇടയിൽ അത് തറച്ചു. ഉടനെ അവൻ തേരാളിയോട് പറഞ്ഞു, നീ തിരിഞ്ഞ് എന്നെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക, ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസം യുദ്ധം രൂക്ഷമായി. രാജാവ് ആരാംകാർക്ക് മുന്നിൽ രഥത്തിൽ നിവർത്തി നിർത്തപ്പെട്ടിരുന്നു. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. മുറിവിൽ നിന്ന് രക്തം രഥത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒഴുകിയിരുന്നു. സൂര്യാസ്തമയമായപ്പോൾ പാളയത്തിലൂടെ ഇപ്രകാരം ഒരു നിലവിളി കടന്നുപോയി, ഓരോരുത്തനും തൻ്റെ നഗരത്തിലേക്ക്, ഓരോരുത്തനും തൻ്റെ ദേശത്തേക്ക്. രാജാവ് മരിച്ചു. മൃതദേഹം സമറിയായിലെത്തി. അവർ രാജാവിനെ സമറിയായിൽ സംസ്കരിച്ചു. സമറിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി. കർത്താവ് അരുൾ ചെയ്തിരുന്ന അവിടുത്തെ വചനം പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കുകയും വേശ്യകൾ അതിൽ കുളിക്കുകയും ചെയ്തു. ആഹാബിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും, അവൻ നിർമ്മിച്ച ദന്തഗ്രഹവും അവൻ നിർമ്മിച്ച എല്ലാ പട്ടണങ്ങളും സംബന്ധിച്ചവ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ആഹാബ് പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ്റെ പുത്രൻ അഹസിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യഹോഷാഫാത്ത് യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ 4-ാം വർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. യഹോഷാഫാത്ത് രാജാവായപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറൂസലേമിൽ
25 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് അസൂബ എന്നായിരുന്നു. അവൾ ഷിൽഹിയുടെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാവായ ആസായുടെ ഓരോ മാർഗത്തിലും ചരിച്ചു. അതിൽ നിന്ന് അവൻ വ്യതിചലിച്ചില്ല. തത്ഫലമായി അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ അവൻ നീക്കം ചെയ്തില്ല. ജനം തുടർന്നും പൂജാഗിരികളിൽ ബലികളർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്തിരുന്നു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിലായിരുന്നു. യഹോഷാഫാത്തിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ പ്രകടിപ്പിച്ച തൻ്റെ ശക്തി വൈഭവവും അവൻ യുദ്ധം ചെയ്തതും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് അവശേഷിച്ച ആചാരത്തിൻ്റെ തുടർച്ച അവൻ ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു. ഒരു പകരക്കാരനായിരുന്നു രാജാവ്. സ്വർണത്തിനായി ഓഫീറിലേക്ക് പോകാൻ യഹോഷാഫാത്ത് താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ അവൻ പോയില്ല. കാരണം എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ തകർന്നുപോയി. അപ്പോൾ ആഹാബിൻ്റെ പുത്രൻ അഹസിയ യഹോഷാഫാത്തിനോട് പറഞ്ഞു, എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലുകളിൽ പോരട്ടെ. യഹോഷാഫാത്ത് അതിന് തയ്യാറല്ലായിരുന്നു. യഹോഷാഫാത്ത് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവർ അവനെ സംസ്കരിച്ചു. അവൻ്റെ പുത്രൻ യഹോറാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി. അഹസിയ ഇസ്രായേൽ രാജാവ്. യൂദ രാജാവായ യഹോഷാഫാത്തിൻ്റെ 17-ാം ഭരണവർഷം ആഹാബിൻ്റെ പുത്രൻ അഹസിയ സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ ഇസ്രായേലിൽ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിലും തൻ്റെ മാതാവിൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ മാർഗത്തിലും ചരിച്ചു. അവൻ ബാലിനെ സേവിച്ച് അവനെ ആരാധിച്ചു. തൻ്റെ പിതാവ് പ്രവർത്തിച്ചതുപോലെയെല്ലാം ചെയ്ത് അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 23-ാം അധ്യായം. യഹോയാദ പുരോഹിതൻ. എന്നാൽ 7-ാം വർഷം യഹോയാദ പ്രബലനായി. അവൻ ദേശാധിപന്മാരായ ജെറോഹാമിൻ്റെ പുത്രൻ അസറിയ, യഹോഹന്നാനിൻ്റെ പുത്രൻ ഇസ്മായേൽ, ഓബദിൻ്റെ പുത്രൻ അസറിയ, ആദായായുടെ പുത്രൻ മാസേയ, സിക്രിയുടെ പുത്രൻ എലീഷാഫത്ത് എന്നിവരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അവർ യൂദായിൽ ചുറ്റി സഞ്ചരിച്ച് യൂദായുടെ എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ലേവായരെയും ഇസ്രായേലിലെ പിതാക്കന്മാരുടെ തലവന്മാരെയും ഒരുമിച്ച് കൂട്ടി. അവർ ജെറൂസലേമിലേക്ക് വന്നു. സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു. അവൻ അവരോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രന്മാരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ ഇതാ രാജകുമാരൻ ഭരണം നടത്തും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: സാപത്തിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന പുരോഹിതന്മാരും ലേവായരുമായ നിങ്ങളിൽ 1/3 ഭാഗം കവാടപാലകരായിരിക്കണം. 1/3 ഭാഗം രാജകൊട്ടാരത്തിലും 1/3 ഭാഗം അടിസ്ഥാന കവാടത്തിലുമായിരിക്കണം. ജനമെല്ലാം കർത്തൃഭവനത്തിൻ്റെ അങ്കണങ്ങളിലുമായിരിക്കണം. പുരോഹിതന്മാരും ശുശ്രൂഷിക്കുന്ന ലേവായരുമല്ലാതെ മറ്റാരും കർത്തൃഭവനത്തിൽ പ്രവേശിക്കരുത്. അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം. എന്നാൽ ജനങ്ങളെല്ലാം കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ലേവായരിൽ ഓരോരുത്തരും തൻ്റെ കയ്യിൽ തൻ്റെ ഉപകരണങ്ങളുമായി രാജാവിന് ചുറ്റും നിരക്കണം. ആലയത്തിലേക്ക് കടക്കുന്നവൻ കൊല്ലപ്പെടണം. രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കണം. ലേവായരും യൂദാ മുഴുവനും പുരോഹിതനായ യഹോയാദ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു. സാപത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരും സാപത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നവരുമായ തങ്ങളുടെ ആളുകളെ അവർ ഓരോരുത്തരും ഒപ്പം നിർത്തി. കാരണം യഹോയാദ പുരോഹിതൻ ഗണങ്ങളെ പിരിച്ചുവിട്ടിട്ടില്ലായിരുന്നു. ദാവീദ് രാജാവിൻ്റേതായി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും വലിയ പരിചകളും ചെറിയ പരിചകളും പുരോഹിതനായ യഹോയാദ ശതാധിപന്മാരെ ഏൽപ്പിച്ചു. ജനത്തെ മുഴുവൻ അവൻ ആലയത്തോടും ബലിപീഠത്തോടും ചേർത്ത് രാജാവിന് ചുറ്റുമായി നിർത്തി. ഓരോരുത്തനും അവനവൻ്റെ കയ്യിൽ ആയുധവുമായാണ് ആലയത്തിൻ്റെ വലത്തുവശത്തു നിന്ന് ഇടത്തുവശം വരെ നിന്നത്. അനന്തരം അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് അവന് കിരീടവും അധികാരപത്രവും നൽകിക്കൊണ്ട് അവനെ രാജാവായി വാഴിച്ചു. യഹോയാദായും അവൻ്റെ പുത്രന്മാരും അവനെ അഭിഷേകം ചെയ്തു. അവർ ഉദ്ഘോഷിച്ചു, രാജാവ് നീണാൾ വാഴട്ടെ. ജനം ഓടുന്നതിൻ്റെയും രാജാവിനെ സ്തുതിക്കുന്നതിൻ്റെയും
ആരവം കേട്ടപ്പോൾ അത്താലിയ കർത്തൃഭവനത്തിൽ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ നോക്കിയപ്പോൾ അതാ രാജാവ് കവാടത്തിൽ അതിൻ്റെ തൂണിനരികെ നിൽക്കുന്നു. പ്രഭുക്കന്മാരും കാഹളക്കാരും രാജാവിനോട് ചേർന്ന് നിൽക്കുന്നു. ദേശത്തെ ജനമെല്ലാം ആഹ്ലാദിക്കുകയും കാഹളമൂതുകയും ചെയ്യുന്നു. ഗായകർ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയും സ്തുതിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അത്താലിയ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഗൂഢാലോചന, ഗൂഢാലോചന. അപ്പോൾ പുരോഹിതനായ യഹോയാദ സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്നവരായ ശതാധിപന്മാരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, സൈന്യവ്യൂഹത്തിലൂടെ അവളെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പിന്നാലെ വരുന്നവൻ വാളാൽ വധിക്കപ്പെടണം. കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്നും പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ അവർ അവളുടെ കരങ്ങൾ ബന്ധിച്ചു. അവൾ രാജകൊട്ടാരത്തിൻ്റെ അശ്വപ്രവേശന മാർഗത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ വധിച്ചു. തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് താനും ജനം മുഴുവനും രാജാവും തമ്മിൽ യഹോയാദ ഒരു ഉടമ്പടി ഉണ്ടാക്കി. പിന്നെ ജനമെല്ലാം ബാലിൻ്റെ ഭവനത്തിലെത്തി അത് അടിച്ചു തകർത്തു. അവൻ്റെ ബലിപീഠങ്ങളും അവൻ്റെ വിഗ്രഹങ്ങളും അവർ അടിച്ചുടച്ചു. അവർ ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങൾക്ക് മുമ്പിൽ വെച്ച് വധിച്ചു. യഹോയാദ ലേവായ പുരോഹിതന്മാർ മുഖേന കർത്തൃഭവനത്തിൻ്റെ ചുമതലക്കാരെ നിയോഗിച്ചു. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചും ദാവീദിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരവും കർത്തൃഭവനത്തിൽ സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കുവാൻ ദാവീദ് ആ ലേവായ പുരോഹിതന്മാരെ നിയമിച്ചിരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ അശുദ്ധിയുള്ള ആരും അകത്ത് കടക്കാതിരിക്കാൻ കർത്തൃഭവനത്തിൻ്റെ കവാടങ്ങളിൽ യഹോയാദ കാവൽക്കാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും പ്രമാണിമാരെയും ജനങ്ങളുടെ അധികാരികളെയും ദേശത്തിൻ്റെ ജനം മുഴുവനെയും ഒരുമിച്ച് കൂട്ടി. അവൻ രാജാവിനെ കർത്തൃഭവനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവർ രാജാവിനെ മുകളിലത്തെ കവാടം വഴി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തി. ദേശത്തെ ജനമെല്ലാം ആഹ്ലാദത്തിലായിരുന്നു. നഗരം ശാന്തവുമായിരുന്നു. അത്താലിയ വാളിനിരയാക്കപ്പെട്ടിരുന്നുവല്ലോ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം. നീ എനിക്ക് എൻ്റെ അമ്മയുടെ മുലനുകർന്ന സഹോദരനെ പോലെ ആയിരുന്നെങ്കിൽ, പുറത്തുവെച്ച് നിന്നെ കണ്ടുമുട്ടുമ്പോഴും അവരെന്നെ നിന്ദിക്കാതെ തന്നെ എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് നിന്നെ ഞാൻ ചേർത്തണച്ച് കൊണ്ടുപോകുമായിരുന്നു. നീ എന്നെ പഠിപ്പിക്കുമായിരുന്നു. സുരഭില വീഞ്ഞിൽ നിന്ന് ഞാൻ നിന്നെ കുടിപ്പിക്കുമായിരുന്നു, എൻ്റെ മാതള രസത്തിൽ നിന്നും. അവൻ്റെ വലത്തുകരം എൻ്റെ തലയിണ ആയിരുന്നെങ്കിൽ, വലത്തുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. മണവാളൻ: ജെറുസലേം പുത്രിമാരെ, ഞാൻ നിങ്ങളുമായി ശബ്ദം ചെയ്യുന്നു. ആനന്ദ നിർവൃതിയാകും വരെ സ്നേഹം നിങ്ങളെന്തിന് ഇളക്കണം, നിങ്ങളെന്തിന് ഉണർത്തണം? തോഴിമാർ: എൻ്റെ പ്രിയതമൻ്റെ മേൽ ചാരി വിജനപ്രദേശത്ത് നിന്ന് കയറി വരുന്ന ഇവൾ ആരാണ്? മണവാട്ടി: ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ അനാവരണം ചെയ്തു. അവിടെ വെച്ചാണ് നിൻ്റെ അമ്മ എനിക്കായി ഈറ്റുനോവ് അനുഭവിച്ചത്. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് ഈറ്റുനോവ് അനുഭവിച്ചത്. മുദ്ര പോലെ നിൻ്റെ ഹൃദയത്തിലും മുദ്ര പോലെ നിൻ്റെ കരത്തിലും എന്നെ പതിക്കുക. എന്തെന്നാൽ പ്രേമം മരണം പോലെ ശക്തമാണ്, അസൂയ പാതാളം പോലെ ക്രൂരവും. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, ശക്തമായ ജ്വാല. പെരുവെള്ളത്തിന് സ്നേഹം കെടുത്താനാവില്ല, പ്രവാഹങ്ങൾ അതിനെ കവിഞ്ഞൊഴുകുകയുമില്ല. ഒരുവൻ സ്നേഹത്തിന് പകരമായി തൻ്റെ ഭവനത്തിലെ സർവ്വസമ്പത്തും കൊടുത്താലും അവർ അവനെ പാടെ നിന്ദിക്കും. സഹോദരന്മാർ: ഞങ്ങൾക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട്, അവൾക്ക് സ്തനങ്ങളായിട്ടില്ല. ഞങ്ങളുടെ സഹോദരിക്ക് വിവാഹമാലോചിക്കുന്ന ദിവസം അവൾക്കു വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യും? അവളൊരു മതിലായിരുന്നെങ്കിൽ അവൾക്കുമേൽ രജത മിനാരം ഞങ്ങൾ പണിയുമായിരുന്നു. അവളൊരു കട്ടിളയായിരുന്നെങ്കിൽ അവൾക്കുമീതെ ഞങ്ങളൊരു ദേവദാരു കതക് രൂപപ്പെടുത്തുമായിരുന്നു. മണവാട്ടി: ഞാനൊരു മതിലാണ്, എൻ്റെ സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾക്ക് സമാനം. അപ്പോൾ അവൻ്റെ ദൃഷ്ടികളിൽ ഞാൻ സമാധാനം കണ്ടെത്തിയവളെ പോലെയായി. മണവാളൻ: സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടക്കാർക്ക് കൊടുത്തു. ഓരോരുത്തരും അതിൻ്റെ ഫലത്തിന് 1000 വെള്ളി നാണയങ്ങൾ കൊണ്ടുവന്നു. എനിക്കുള്ള എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റെ മുമ്പിലുണ്ട്. സോളമ, നിനക്ക് 1000 ആയിക്കൊള്ളട്ടെ. അതിൻ്റെ ഫലം സൂക്ഷിക്കുന്നവർക്ക് 200 ആയിക്കൊള്ളട്ടെ.
ഉദ്യാനങ്ങളിൽ വസിക്കുന്നവളെ, ചങ്ങാതികൾ നിന്റെ സ്വരം ശ്രദ്ധിക്കുന്നവരാണ്. എന്നെയും അത് കേൾപ്പിക്കുക. മണവാട്ടി, എൻ്റെ പ്രിയനെ പാഞ്ഞെത്തുക. സുഗന്ധദ്രവ്യങ്ങളുടെ പർവ്വതങ്ങളിൽ ചെറുമാനിനും കലമാൻകുട്ടിക്കും സമനായിരിക്കുക.